ഈ കഥ തടസ്സങ്ങൾ മറികടക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. ഒരിക്കൽ ഒരു കർഷകന്റെ കഴുത കിണറ്റിൽ വീണു. ആ മൃഗം മണിക്കൂറുകളോളം ദയനീയമായി കരയാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ കർഷകൻ വിഷമിച്ചു നിന്നപ്പോൾ ഒടുവിൽ അവൻ തീരുമാനിച്ചു, മൃഗത്തിന് വയസ്സായെന്നും ആ കിണർ എന്തായാലും മൂടേണ്ടതുമാണ്. അതിനാൽ കഴുതയെ രക്ഷിക്കുന്നത് ലാഭകരമല്ലെന്ന് അയാൾക്ക് തോന്നി. അതിനാൽ കിണർ മൂടാൻ അയാൾ അയൽക്കാരെയെല്ലാം വിളിച്ചുകൂട്ടി. അവരെല്ലാം ഓരോ മൺവെട്ടിയെടുത്ത് കിണറ്റിലേക്ക് മണ്ണ് കോരിയിടാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായ കഴുത ആദ്യം ഭയങ്കരമായി കരയാൻ തുടങ്ങി. എന്നാൽ പിന്നീട് പതിയെ അത് ശാന്തനായി. കുറച്ചു മണ്ണിട്ട് കഴിഞ്ഞപ്പോൾ കർഷകൻ കിണറ്റിലേക്കൊന്ന് നോക്കി. അവിടെ കണ്ട കാഴ്ച അയാളെ അമ്പരപ്പിച്ചു. തന്റെ പുറത്തേക്ക് വീഴുന്ന ഓരോ മൺതരിയിലും ആ കഴുത അത്ഭുതകരമായ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. അവനത് കുടഞ്ഞു കളയുകയും മുകളിലേക്ക് ഒരു ചുവട് വെക്കുകയും ചെയ്തു. അയൽക്കാർ മണ്ണിടുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴെല്ലാം അവനത് കുടഞ്ഞു കളഞ്ഞ് ഓരോ ചുവട് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു. അധികം വൈകാതെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കഴുത കിണറ്റിന് മുകളിലെത്തുകയും സന്തോഷത്തോടെ പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ജീവിതം നിങ്ങളുടെ മേൽ പലതരം മണ്ണ് വാരിയിട്ടേക്കാം. അത് കുടഞ്ഞു കളഞ്ഞ് ഒരുപടി മുന്നോട്ട് കയറുക എന്നതാണ് കിണറ്റിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരേ ഒരു വഴി. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ഓരോ ചവിട്ടുപടികളാണ്. തളരാതെ, ഒരിക്കലും വിട്ടുകൊടുക്കാതെ പരിശ്രമിച്ചാൽ ഏറ്റവും ആഴമേറിയ